ഹായ് ഹലോ, സ്നേഹക്കൂട് സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് പ്രേമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ സേതുവിന്റെ ആത്മമിത്രമായിട്ടുള്ള നമ്മുടെ ഹരി ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ് പല്ലവിയുടെ നിവർത്തികേട് കൊണ്ട് സേതുവിന്റെ ആ ഒരു മുഖം രക്ഷിക്കാനും കൂടി വേണ്ടിയിട്ട് പല്ലവി അങ്ങനെയുള്ള ഒരു കടുംവെട്ട് തീരുമാനം എടുക്കുകയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞ് പൊന്നുമടത്തെത്തുന്ന സേതു ആണെങ്കിലോ പല്ലവിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. പല്ലവി, നീ എന്താ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? നിനക്കറിയാലോ അവൻ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്ന്. എന്നിട്ട് എന്നോട് ഒരു വാക്കുപോലും പറയാതെ എന്റെ ഹരിയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നീ ആരാണെന്ന് ഉള്ളൊരു ചോദ്യം പല്ലവിക്ക് നേരെ അങ്ങ് ഉയരുക. പല്ലവി ആണെങ്കിലോ, സേതുവേട്ട, അപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കണോന്നൊക്കെ പറഞ്ഞ് അവള് സേതുവിനോട് മാപ്പ് ചോദിക്കുക. പിന്നീടാണെങ്കിലോ തന്റെ പ്രിയപ്പെട്ടവനെ തിരക്കി സേതു ഇറങ്ങുകയാണ്. സേതു അങ്ങനെ നടക്കുന്ന സമയത്ത് ഹരിയെ കണ്ടുമുട്ടുകയും അതുപോലെ തന്നെ ഹരിയും കൂട്ടിയിട്ട് സേതു വീണ്ടും പൊന്നുമടത്ത് എത്തുകയും സത്യങ്ങളൊക്കെ തെളിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവനും അച്ചുവിനും അറിയാവുന്നതാണല്ലോ. അപ്പം ഫോൺ അവിടെ കൊണ്ടുവന്ന് കുത്തിവെച്ചതും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വാതി ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്നും ഒക്കെ സേതുവിനും മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഹരിയുടെ നിരപരാധിത്വം തെളിയുന്ന സമയത്ത് പ്രതിക്കൂട്ടിലാകുന്നത് പല്ലവി തന്നെയാണ്. പിന്നീടാണെങ്കിലോ പല്ലവിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മിയുടെ ചില രാജതന്ത്രങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇന്ദ്രൻ മറ്റൊരു കളത്തിനിറങ്ങുകയാണ്. അതൊരു തരം ഒന്നൊന്നര കളിയാണ്. ശരിക്കും നമ്മുടെ പല്ലവി പഠിപ്പിക്കുന്ന കോളേജിൽ അവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് പല്ലവിയുടെ ക്ലാസ്സിൽ കയറി കൂടുക, അതിനുശേഷം പല്ലവി ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലൊക്കെ അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ഇന്ദ്രന്റെ ഏറ്റവും വലിയൊരു തന്ത്രം. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇവൻ ആ കോളേജിൽ ജോയിൻ ചെയ്യുകയും പല്ലവിയെ നേരിൽ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ അവിടെ നടക്കുന്ന സമയത്താണെങ്കിലോ, എടാ ഇന്ദ്ര, നീ വെറും എന്റെ ഒരു സ്റ്റുഡന്റ് മാത്രമാണ്, അതിനപ്പുറം നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ പല്ലവി അവന്റെ മുഖത്തടിച്ചതുപോലെ മറുപടിയൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും നമ്മുടെ വിശ്വജിത്ത് വീണ്ടും വീണ്ടും നമ്മുടെ പാറുവിനോട് അടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവന്റെ സംസാര രീതികളും അവന്റെ പെരുമാറ്റവും ഒക്കെ നന്നെ ബോധിച്ച പാറു ആണെങ്കിലും അവനോടും കൂട്ടുകൂടാം എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. ഇന്റർവ്യൂ ബോർഡിൽ ചെന്ന് തനിക്ക് ആ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ സാധിച്ചതും അത് ഇവന്റെ ഒരു സഹായം കൊണ്ടാണെന്ന് തന്നെയാണ് നമ്മുടെ പാറക്കുട്ടി വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരേ കമ്പനിയിൽ ഒരേ രീതിയിൽ ജോയിൻ ചെയ്യുന്ന ഇവര് തങ്ങളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വെച്ച് ഉടലെടുക്കുന്ന സമയത്ത് മുകുന്ദൻ മാഷിന്റെ മനസ്സിൽ തീയാണ്. തന്റെ ഒരു മകളുടെ ജീവിതം ഇങ്ങനെയായി. പിന്നെ പാറു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ വിശ്വജിത്ത് ഇപ്പതാ നമ്മുടെ പാറുവിന്റെ കമ്പനിയിലും ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുള്ളിക്കാരൻ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി എന്തു ചെയ്യും, തന്റെ മകള് ഇനി എങ്ങാനും കൈവിട്ടു പോകുമോ എന്നുള്ളൊരു സംശയം ആ മാഷിന് ഇല്ലാണ്ടില്ല. പുള്ളിക്കാരൻ ഇതിന്റെയൊക്കെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലും നമ്മുടെ പല്ലവി കോളേജിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും ചെന്ന് സേതുവിന്റെ അടുത്ത് പറയുകയാണ്. സേതു ആണെങ്കിൽ ഇതെന്തൊക്കെ ഇപ്പൊ ഈ കേൾക്കുന്നത്? അല്ല, അവൻ ഈ വീണ്ടും ഇനി ഈ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാല് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും സേതുവേട്ടാ, ഞാൻ ഈ ജോലി രാജിവെച്ചാലോ എന്ന് ആലോചിക്കുക. എടോ പല്ലവി, താൻ എന്തിനാ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ തനിക്ക് താങ്ങായിട്ടും കൂട്ടായിട്ടും ഒക്കെ ഈ ഞാനില്ലേ, താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? താനത് വിടടോ. താൻ ജോലി ചെയ്യുന്നത് എന്തിനാ? കുട്ടികൾക്ക് വേണ്ടിയിട്ടും തന്റെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടും ഒക്കെ അല്ലേ. 10 അറിയാവുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതല്ലേടോ. താൻ എന്തായാലും കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ ജോലി അത് കളയാൻ നിൽക്കണ്ട. ഇതിനൊരു പരിഹാരം ഈ സേതു ഉണ്ടാക്കുമെന്ന് പറയാണ്. അങ്ങനെ സേതു മറ്റൊരു വേഷത്തില്, അതായത് നമ്മുടെ പല്ലവിയുടെ കോളേജിലെ ക്യാൻറ്റീനില് അവിടുത്തെ ജോലിക്കാരനായിട്ട് നമ്മുടെ സേതു അവിടെ കയറിക്കൂടുകയാണ്. സേതുവിന് കൂട്ടായിട്ട് ഹരിയും ഒപ്പം ഉണ്ട്. അങ്ങനെ ഇവർ ആ ക്യാൻറ്റീൻ ഭരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഇന്ദ്രനാണെങ്കിൽ പല്ലവിയുടെ പിന്നാലെ നടന്ന് പല്ലവിയെ ശല്യം ചെയ്യാണ്. വീട്ടിലെത്തിയ ഇന്ദ്രനാണെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ, എങ്ങനെയുണ്ട് എന്റെ പുതിയൊരു മുഖം? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം, എന്റെ മോനെ, ഇനി ഈ പ്രായത്തിൽ നീ പഠിച്ചിട്ട് എന്ത് നേടാനാടാ? അമ്മ, ഞാൻ പഠിക്കാൻ തന്നെയാണ് പോകുന്നതെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? ഞാന് എന്റെ മനസ്സിൽ മറ്റു ചില ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അവള് പഠിപ്പിക്കുന്ന കോളേജില് അവളുടെ ക്ലാസ് റൂമിൽ കയറി പറ്റിയിരിക്കുന്നത്. പല്ലവി അവിടുന്ന് മാലും പൊക്കി ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മയെ നടു റോട്ടിൽ വെച്ച് അപമാനിച്ച അവളെ ഞാൻ ചുമ്മാ വിടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇപ്പൊ അമ്മയ്ക്ക് വിശ്വാസമായി. ഞാൻ ഈ കാര്യങ്ങൾ നിന്നോട് വന്ന് പറഞ്ഞ സമയത്ത് നീ ഒരു അക്ഷരം പോലും പ്രതികരിക്കാതെ ആണല്ലോ ഇരുന്നത്.
എന്നിട്ട് ഇപ്പൊ നീ ഇങ്ങനെയുള്ളൊരു വഴി കണ്ടെത്തിയത് എന്തായാലും അമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു മോനേന്നും പറഞ്ഞ് അമ്മ കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ ഇന്ദ്രന്റെ കൂടെ തന്നെയുണ്ട്. പിന്നീടാണെങ്കിൽ ദാ നമ്മുടെ അവന്തികയുടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ പ്രതാപൻ അവിടെ എത്തുകയാണ്. പ്രതാപം വന്നു കഴിയുമ്പോഴാണെങ്കിൽ അല്ല സ്ത്രീധനം എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ചേച്ചി, നമ്മള് കരുതുന്ന പോലെ നല്ലൊരു തറവാട്ടിലേക്കാണ് നമ്മുടെ മോള് ചെന്ന് കയറാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള വീട്ടിലേക്ക് വിടുമ്പോഴത്തേക്കിനും പയ്യനും നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അതെല്ലാം പ്രതാപ നിന്റെ ഇഷ്ടം പോലെ തന്നെ, നീ എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി, ചേച്ചിക്ക് എല്ലാത്തിനും സമ്മതമാണെന്ന് പൂർണിമ എഴുതി അങ്ങ് കൊടുക്കുകയാണ്. പൂർണിമയ്ക്ക് ശരിക്കു പറഞ്ഞാല് പ്രതാപന്റെ സ്വഭാവങ്ങളൊന്നും അറിയത്തില്ലല്ലോ. പൂർണിമ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തന്റെ ആങ്ങള തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നല്ലൊരു ബന്ധം തന്റെ കുടുംബത്തേക്ക് കൊണ്ടുവന്നതെന്നാണ്. പക്ഷേ തന്റെ കുടുംബത്തെ ചതിച്ച് സ്വത്തുക്കളൊക്കെ കൈപ്പറ്റാനായിട്ട് നടക്കുന്ന ഒരു കഴുകനാണ് പ്രതാപൻ എന്നുള്ള കാര്യം പൂർണിമ മനസ്സിലാക്കുന്നുമില്ല. എങ്ങനെ ഇവിടെ ഈ കല്യാണത്തിന്റെ തിരക്കുകളും ഒക്കെ നടക്കുകയാണ്. പിന്നീടാണെങ്കിൽ കോളേജിലെത്തിയ നമ്മുടെ ഇന്ദ്രൻ ചില പുല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കുകയാണ്. പല്ലവിയെ മനഃപൂർവ്വം അപമാനിക്കുകയും പല്ലവിയുടെ മെക്കിട്ട് കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ പല്ലവി അതിന് തക്ക ശിക്ഷ കൊടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ തന്റെ ടീച്ചറാണ് എന്ന് പോലും വകവെക്കാതെ പല്ലവിയെ കൈവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഈ കാഴ്ചയും കണ്ടു വന്ന സേതു ചുമ്മാതിരിക്കില്ലല്ലോ. സേതു അവിടുത്തെ ക്യാൻറ്റീൻകാരനാണ് എന്നുള്ള കാര്യമൊക്കെ മറന്നുകൊണ്ട് ഇന്ദ്രനെ എടുത്തിട്ട് അങ്ങ് അലക്കുകയാണ്. നമ്മുടെ സേതുമാധവന്റെ കൈയുടെ ചൂടറിഞ്ഞ ഇന്ദ്രനാണെങ്കിലോ, എടോ താൻ ഇവിടുത്തെ വെറും ക്യാൻറ്റീൻകാരനാണ്, ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ്, ഒരു സ്റ്റുഡന്റിനെ തൊട്ട് കഴിഞ്ഞാല് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് ടീച്ചറിനും കുശിനിക്കാരനും ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവർക്കെതിരെ വെല്ലുവിളി നടത്തി ആ കോളേജ് ക്യാമ്പസിൽ നിന്നും ഇറങ്ങുന്ന ഇന്ദ്രനെ കാണിക്കുക. എന്തായാലും നമ്മുടെ പല്ലവി ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഇന്ദ്രന്റെ സാന്നിധ്യം ഉണ്ട്. ഇന്ദ്രനിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാനായിട്ട് സേതുവും അവിടെ കറക്റ്റ് ആയിട്ട് എത്തുന്നതൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് വരുന്ന വീക്കുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രി.